വർത്തമാനത്തിലേക്ക് സ്വാഗതം. മലങ്കര നസ്രാണികളുടെ സംഗമമായിരുന്നു ഇന്നലെ കോട്ടയത്ത് നടന്നത്. യഥാർത്ഥത്തിൽ മാർത്തോമൻ പൈതൃകം അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനുള്ള ഒരു സംഗമം തന്നെയായിരുന്നു. പൈതൃകം നമുക്കില്ല, മലങ്കര നസ്രാണികൾക്ക് പൈതൃകമില്ല എന്ന് മറുവശത്ത് പലരും ആരോപിക്കുമ്പോഴും ഇത്രയും ഒരു ജനസാഗരം കോട്ടയത്ത് തടിച്ചുകൂടിയത് ആ പൈതൃകത്തിൻ്റെ പേരിൽ തന്നെയാണ്. മാർത്തോമൻ പൈതൃകം അതിൻ്റെ പേരിൽ തന്നെയാണ് ഇന്നലെ അവിടെ അത്രയും ഒരു ആളുകളുടെ പങ്കാളിത്തമുണ്ടായത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസികളിൽ വിവിധ ഭദ്രാസനങ്ങളിൽ നിന്ന്, വിദേശത്തു നിന്ന് പോലും ആളുകൾ ഇന്നലെ അവിടെ പങ്കെടുത്തു. ആ പങ്കെടുത്ത സമ്മേളനത്തിൽ പരിശുദ്ധ കാത്തോലിക്ക ബാവ വളരെ വ്യക്തമായി ഒരു താക്കീത് എന്ന് വേണമെങ്കിൽ പറയാം. ഉടുക്ക് കാട്ടി പേടിപ്പിക്കരുതെന്ന് വരെ അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്, ഞാനൊരു നാട്ടുപ്രദേശത്ത് നിന്ന് വന്നതാണ്, അതുകൊണ്ടൊരു നാടൻ ഭാഷയിൽ പടക്കക്കെട്ടുകാരനെ ഉടുക്കൂട്ടി പേടിപ്പിക്കും. അതെ, പടക്കക്കാരനെ ഉടുക്കൂട്ടി പേടിപ്പിക്കരുത്, അങ്ങനെ അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചത്. അത് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഗവർണർ അതിന് തക്ക മറുപടിയും അദ്ദേഹം ഉറപ്പ് എന്ന് വേണേൽ പറയാം. അദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അങ്ങനെ ഒരു സംവിധാനം വരികയാണെങ്കിൽ ചർച്ച് വില്ലെന്ന് ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കുന്നത് പോലെ ചർച്ച് വില്ലെന്നും പറഞ്ഞൊക്കെ പേടിപ്പിക്കാൻ, അങ്ങനെ പേടിപ്പിച്ചാൽ പേടിക്കുന്നവരല്ല മലങ്കര നസ്രാണികൾ. അത് അടിവരയിട്ട് തെളിയിക്കുന്ന ഒരു സംഗമമായിരുന്നു ഇന്നലെ. അത് പരിശുദ്ധ കാത്തോലിക്ക ബാവ തന്നെ ഇന്നലെ അത് തുറന്നു പറഞ്ഞു. ഉടുക്ക് കാട്ടി പേടിപ്പിക്കാൻ അത് വളരെ കൃത്യമായി ഭാവത്തിന് വേണ്ടി പറഞ്ഞു. എന്തായിരുന്നു അതിൻ്റെ ഒരു സത്യം പറഞ്ഞ ഇന്നലെ അത്രയും ആളുകൾ അവിടെ കൂടി, മലങ്കര നസ്രാണികൾ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 1,00,000 പേർക്കകത്ത് കൂടി കാണും. അപ്പം അത്രയും ഒരു ആളുകൾ വലിയ സ്ട്രെയിൻ എടുക്കാതെ തന്നെ, വലിയ വിളംബരമൊന്നും ഇല്ലാതെ തന്നെ അത്രയും ആളുകളെ അവിടെ കൂട്ടിയതിൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. തീർച്ചയായിട്ടും. കാരണം അത്രയും നല്ലൊരു പങ്കാളിത്തമാണ്, മലങ്കര നസ്രാണികളുടെ ഒരു പങ്കാളിത്തമാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. അത് എന്തൊരു ചൂടായിരുന്നു. അതെ, ആ ചൂട് വയ്ക്കാതെ തന്നെ ജനമെല്ലാം ഒഴുകിയെത്തുകയാണ്. സാറൊക്കെ അതിനകത്ത് പങ്കെടുത്തു. എങ്ങനെയുണ്ടോ അതിനെ എങ്ങനെ നമുക്കൊന്ന് വിലയിരുത്താൻ പറ്റും? വൻ വിജയമായിരുന്നു. കാരണം ഈ പൈതൃകം എന്ന് പറയുമ്പോൾ പലർക്കും പുച്ഛമാണ്. കാരണം പൈതൃകം ഇല്ലാത്തവരാണ് പുച്ഛിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. അവർ തന്നെ പറയും, ഈ പുച്ഛിക്കുന്നവർ തന്നെ ആദ്യമൊക്കെ ഇപ്പോൾ തന്നെ യാക്കോബക്കാർ, ഈ വിഘടിത വിഭാഗം തന്നെ അവർ മാർത്തോമാ ശ്ലീഹ കേരളത്തിൽ വന്നിട്ടില്ല, മാർത്തോമാ ശ്ലീഹയ്ക്ക് പട്ടത്വമില്ല, കൈവപ്പില്ല, മാർത്തോമാ ശ്ലീഹ ഒരു കപ്പ്യാർ പോലും അല്ലായിരുന്നു എന്നാണ് അവരാദ്യം പറഞ്ഞിരുന്നത്. ഇപ്പം അവർ പോലും മാർത്തോമാ ശ്ലീഹയെ അവർ അംഗീകരിക്കുന്നു. അപ്പം നമുക്ക് പൈതൃകം ഇല്ലെന്ന് പറയുന്ന അവർ തന്നെ ആ പൈതൃകത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതുപോലെ പിന്നെ മലങ്കര കത്തോലിക്ക മാർത്തോമാക്കാർ ഈ പൈതൃകം നമുക്ക് ഇല്ല, മലങ്കര നസ്രാണികൾക്ക് പൈതൃകമില്ലെന്ന് പറയുന്നവർ തന്നെ, അങ്ങനെ ആക്ഷേപിക്കുന്നവർ തന്നെ പൈതൃകത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവരും കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം കൊച്ചി ഗ്രിഗോറിയോസ് തിരുമേനി പറഞ്ഞ ചില വാക്കുകൾ ഒക്കെ സത്യം പറഞ്ഞാൽ അതിന് നമ്മൾ ആർക്കും കയറി കൊട്ടാവുന്ന ഒരു ചെണ്ടയായി ഇവർ കരുതുന്നു മലങ്കര നസ്രാണികളെ. അത് നമ്മുടെ ക്ഷമയെ പരിശോധിക്കുക. നമ്മൾ പരിശുദ്ധ കാത്തോലിക്ക ബാവ പലപ്പോഴും പറയാറുണ്ട്, ക്ഷമയാണ് ഏറ്റവും വലുത്. ഇപ്പം ആ പൈതൃകം തേടി പോകുമ്പോഴാണ് ഇപ്പോൾ പരുമല തിരുമേനി അംഗീകരിക്കാൻ തുടങ്ങി. പരുമല തിരുമേനി പത്രോസ് പാത്രികേസിൻ്റെ സെക്രട്ടറി ആയിട്ട് 2 വർഷം വർക്ക് ചെയ്ത ആളാണ് എന്നിപ്പോഴവർക്ക് മനസ്സിലായത്. ഇതുവരെ ആ പാരമ്പര്യം, അതായത്
അദ്ദേഹത്തിനെ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചപ്പോഴും അതിനുശേഷം നമ്മളവിടെ പോകുന്നതിനെയൊക്കെ കളിയാക്കി കൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ പറയുന്നു അദ്ദേഹം പാത്രീസാരനായിരുന്നു. പാത്രീസ് ബാബയുടെ ആളായിരുന്നു, പാത്രീസുകാരനായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ പറയുന്നുണ്ട്. ബൈബിൾ തിരുമേനി പാത്രീസായിരുന്നു. പക്ഷേ നമ്മുടെ ഇടയിലുള്ള ചില ആളുകൾക്ക് അത് മനസ്സിലാകുന്നില്ല. നമ്മുടെ ഇടയിലുള്ള ആളുകൾ ആളാകാൻ വേണ്ടി അപ്പോഴപ്പോഴായിട്ട് ഓരോരോ വാർത്തകളിറക്കി പലപ്പോഴും സഭയെ അവഹേളിക്കുന്ന രീതിയിൽ. ഉദാഹരണത്തിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ജിജി തോംസൻ്റെ ഒരു പോസ്റ്റ് കണ്ടു. അതിനകത്ത് ഈ നോയമ്പ് കാലത്ത് ഇങ്ങനൊരു പൈതൃക സമ്മേളനം നടത്തുന്നത് അനൗചിത്യമാണെന്നും നോമ്പ് നോക്കാത്ത കുറേ ആളുകളവിടെ അട്ടഹാസത്തിനും ബഹളത്തിനും വേണ്ടി പോയി കാണിക്കുകയാണെന്നും ഒക്കെയാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പുള്ളി പറയുന്നത് എൻ്റെ സഭയെന്ന്, എൻ്റെ സഭയെന്ന് സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. എൻ്റെ സഭയെന്ന് അവകാശപ്പെടുമ്പോഴും വാദിക്കുന്ന മുഴുവൻ അപ്പുറത്തുകാർക്ക് വേണ്ടിയാണ്. അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത് അന്ത്യോക്യൻ സഭ ആദ്യം ഉണ്ടായതെന്ന്. അന്ത്യോക്യൻ സഭയുടെ പുറത്തുകാർക്കാ. അപ്പോൾ ആ പൈതൃകം തേടി അദ്ദേഹം നടക്കുന്നത്, പത്രോസ്ലിയുടെ പൈതൃകം തേടി അദ്ദേഹം നടക്കുമ്പോൾ ഇവിടെ വന്ന് സഭ സ്ഥാപിച്ച കർത്തൃശിഷ്യനായ തോമാസ് ലീഹായെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ അതുകൊണ്ട് ജിജി തോംസൺ, അദ്ദേഹത്തിന്റെ പേര് തന്നെ അത് മറന്നുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയുള്ള വിഡിത്തങ്ങൾ വിളിച്ചു പറയുന്നതാണ്. അതായത് അതിനകത്ത് ആ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ ആളുകളുടെ ഒരു ചിന്താക്കുഴപ്പമുണ്ടാക്കാനും സഭാ നേതൃത്വം, സഭയ്ക്കൊരു ചട്ടക്കൂടുണ്ട്. പരിശുദ്ധ കാതോലിക്കമായും മലങ്കര മെത്രാപ്പോലീത്തായുമായിരിക്കുന്ന, അതായത് വലിയ പിതാവ്, ആ പിതാവിനെ സഹായിക്കുന്നതിന് വേണ്ടി വർക്കിംഗ് കമ്മിറ്റി ഉണ്ട്, മാനേജിംഗ് കമ്മിറ്റി ഉണ്ട്, പരിശുദ്ധ സിനഡുണ്ട്. ഇവരെല്ലാം കൂടെ കൂടിയിരുന്ന് എടുക്കുന്ന തീരുമാനം. അല്ലാതെ കാതോലിക്ക ബാബയ്ക്ക് ആളാകാൻ വേണ്ടി ഇതൊക്കെ ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ അതല്ല, അങ്ങനെ ഒരു ബോഡി നമുക്കുള്ളപ്പോൾ ഈ സഭയുടെ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ വട്ടശ്ശേരി തിരുമേനിയുടെ ചരമവാർഷികമായിരുന്നു, ശനിയാഴ്ച. അപ്പോൾ ഏതെങ്കിലും കാലത്ത് നമ്മളിത് ആഘോഷിച്ചാൽ മതിയോ? 90-ാം വാർഷികം. അതുപോലെ തന്നെ ഭരണഘടന ഉണ്ടായിട്ട് നവതി, അതും 90-ാം വാർഷികം. അതുപോലെ 1950-ാം വർഷം, അതായത് മാർത്തോമാ ശ്ലീഹ വീരചരമം അടഞ്ഞതിൻ്റെ 1950-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇത് മനസ്സിലാക്കാതെ നോയമ്പ് കാലത്ത് ഇതൊന്നും പാടില്ല, ഇട ദിവസങ്ങളിൽ ആരാധന പോലും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ഇട ദിവസമല്ല, ഞായറാഴ്ചയല്ലേ നടത്തിയത്. വിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷമാണ് നടത്തിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഇന്നലത്തെ സമ്മേളനത്തിൽ നമ്മുടെ ഗവർണർ ഒരു ഉറപ്പ് കൊടുത്തിരുന്നു. അതെ, അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, രാജ്യത്തിൻ്റെ നിയമം എല്ലാവർക്കും പാലിക്കണമെന്ന്. അതെ അതെ, അത് ഞാനായാലും സാറായാലും ആരായാലും, പരിശുദ്ധ കാതോലിക്ക ബാബയായാലും ഗവർണറായാലും മന്ത്രിമാരായാലും ആരായാലും മുഖ്യമന്ത്രിയായാലും ആരായാലും രാജ്യത്തിൻ്റെ നിയമം, ആ രാജ്യത്തിൻ്റെ നിയമം പാലിക്കണമെന്ന് അദ്ദേഹം വളരെ എടുത്തു പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് ഒരു താക്കീതാണ്. അതെ അതെ അതെ, മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു താക്കീതാണ്. പക്ഷെ അങ്ങനത്തെ താക്കീത് കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടോ? കാര്യമില്ലെങ്കിലും അതായത് അദ്ദേഹം മറ്റേ പാത്രികീസ് വന്ന സമയത്ത് അവിടെ പോയി ഒരു പ്രഖ്യാപനം നടത്തി, ചർച്ച് ബില്ല് കൊണ്ടുവരും, നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു തരും, വോട്ടിന് വേണ്ടി ആയിരിക്കാം. എന്നിരുന്നാൽ പോലും അതായത് ഒരു സഭയിലെ തർക്കം പരിഹരിക്കുന്നതിന് പകരം ഒരു ഗ്രൂപ്പിനെ അതായത് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലൊരു വാഗ്ദാനം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി വിധിക്ക് എതിരായിട്ടുള്ളൊരു പ്രഖ്യാപനമായിട്ടാണ് അത് കണക്കാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിയമം, ഇത് സുപ്രീം കോടതിയുടെ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ നിയമമാണെന്നും അത് പരിശോധിക്കാൻ ഇവിടെ ഗവർണറും പ്രസിഡൻറ്റും ഒക്കെ ഉണ്ടെന്നും പറഞ്ഞത് ഒരു താക്കീതായിട്ട് ഞാൻ കണക്കാക്കും. അതിനകത്ത് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ മുഖ്യമന്ത്രി പങ്കെടുത്ത യാക്കോബായക്കാരുടെ സമ്മേളനത്തിൽ പാത്രിയാർക്കീസ് ബാവ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ്. അതെ. അപ്പോൾ ഒരു വിദേശ പൗരൻ ഒരു ടൂറിസ്റ്റ് വിസയിൽ വന്ന് നമ്മുടെ നാട്ടിൽ വന്ന് അങ്ങനെയൊക്കെയുള്ള പ്രഖ്യാപനവും
അങ്ങനെയൊക്കെയുള്ള സംസാരമൊക്കെ നടത്തണമെങ്കിൽ ശക്തമായ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിലല്ലേ? അതെ, രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് അദ്ദേഹത്തെ അകത്താക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മളൊരു കേസ് കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പുനലൂരിലുള്ള എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? എന്തുകൊണ്ടാരും പരാതിക്ക് പോയില്ല? സെന്റ് ജോർജ് പള്ളി, അതായത് സെന്റ് പീറ്റേഴ്സ് ചർച്ചിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ സമാധാനകാംക്ഷികളെന്ന് പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് ചെയ്തില്ല എന്ന് മാത്രമേ. നമ്മളവിടെ എല്ലാം സമാധാനം, നമ്മുടെ കാതോലിക്ക ഭാഗം മുതൽ താഴോട്ടുള്ള എല്ലാവരും പറയുന്ന സമാധാനം സമാധാനം സമാധാനം. അവസാനം സമാധാനം കൊണ്ടിരിക്കത്തേ ഉള്ളൂ. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. പക്ഷെ അതിനകത്ത് അത്രയും ഒരു പിന്തുണ അല്ലെങ്കിൽ അത്രയും അദ്ദേഹത്തിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അത് പറഞ്ഞത്. പണ്ട് സാർ ഓർക്കുന്നുണ്ടോ, തിരുവനന്തപുരത്ത് ഒരു ബൈബിൾ കൺവെൻഷന് വന്ന ഒരു സായിപ്പിനെ അന്ന് മുഖ്യമന്ത്രി AK ആന്റണിയായിരുന്നു, ഇവിടെ നിലം തൊടിയിച്ചില്ല, കയറ്റിവിട്ടു. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തിലെങ്ങാണ്ട് കൺവെൻഷൻ നടക്കുന്നതിനകത്ത് പ്രസംഗിക്കാനെങ്ങാണ്ട് വന്നതാണ്. അങ്ങനെ ഒരു സംഭവം നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഇവിടെ വരുന്നത്. ഇദ്ദേഹം നമ്മൾ സർക്കാരിൻ്റെ അതിഥിയായിട്ടാണ് വന്നത്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ഒരു മാർപ്പാപ്പ വരുന്നത് പോലെ ഒരു രാഷ്ട്രത്തലവനല്ല അദ്ദേഹം. അദ്ദേഹം ഒരു സാമുദായിക സംഘടനയുടെ നേതാവെന്നുള്ള മാത്രമേ ഉള്ളൂ. ഒരു വിസിറ്റിംഗ് വിസയിൽ മാത്രം വരുന്നതാണ്, ഒരു ടൂറിസ്റ്റ് വിസയിൽ, ഒരു സന്ദർശക വിസയിൽ വരുന്ന ഒരാളാണ്. അദ്ദേഹത്തിനൊക്കെ അങ്ങനെ അത്രയും പറയാനൊക്കെ ഉള്ള ഒരു ഊർജം അല്ലെങ്കിൽ അങ്ങനെ ഒരു കരുത്ത് അദ്ദേഹത്തിന് ഉണ്ടായത് അദ്ദേഹത്തിനുള്ള പിന്തുണയാണ്. പക്ഷെ ആ പിന്തുണയാണ് ഇന്നലെ പൊളിച്ചടിക്കെന്ന് വേണേൽ പറയാം. അതിൻ്റെ എത്രയോ ആളുകളാണ് പഴയതെല്ലാം അങ്ങോട്ട് മാറ്റി വെക്കുക. ഇന്നലത്തെ മാത്രം ആ ജനസാഗരം അത് കണ്ടെങ്കിലും ഭരിക്കുന്ന ഭരണകർത്താക്കൾ ഒരു തീരുമാനം എടുക്കണം. ഈ സഭയിലുള്ള, അതായത് നാനാദേശത്തു നിന്നും, കേരളത്തിൽ നിന്ന് മാത്രമല്ല പുറം രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒരുപാട് പേര് ഈ മീറ്റിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട്. ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് പേരെ ഞാൻ അവിടെ വെച്ച് കണ്ടു. അപ്പോൾ അവരൊക്കെ വന്നത് ഇവിടെ വന്ന് പിന്നെ നോമ്പ് മുടക്കാനോ അല്ലെങ്കിൽ സഭയുടെ നിയമം ലംഘിക്കാനോ ഒന്നുമല്ല. ഈ സഭയിലുള്ളവരുടെ ആ പിതൃത്വം, അതായത് അടി വരെ ഇട്ട് വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടിയാണ്.